നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. വീട് പണിയുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കിന് അധികം കോസ്റ്റ് വരാറുണ്ട്, അധികം ചിലവുകൾ വരാറുണ്ട്. അതെങ്ങനെ ചിലവ് ചുരുക്കി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ഫെറോ സ്ലാബ് കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം. മൂവാറ്റുപുഴയിലാണ് ഈ സ്ഥാപനം വരുന്നത്. അതിൻ്റെ നിർമ്മാണ രീതികളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. നമുക്കൊരു 55% വരെ നമുക്ക് ലാഭിക്കാം. ഫെറോ സ്ലാബ് എന്നാണ്, ഫെറോ സിമെൻറ്റും എന്ന് പറയാറുണ്ട്. രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത്. സെറ്റ് ചെയ്യുന്ന രീതികളൊക്കെയാണിത്. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഓണറുടെ സുഹൃത്തും പറഞ്ഞെല്ലാം വിശദമായ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇപ്പോൾ വീഡിയോയിലേക്ക് ഡയറക്റ്റ് വിശദമായ രീതികളും അതിൻ്റെ വിശദമായ വിവരണങ്ങളും. സലാൽ എന്ന അതിൻ്റെ ഓണറിൻ്റെ പേര് സലാൽ എന്നാണ്. സലാൽ നമ്മൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് സലാലിലേക്ക് പോവാം. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫെറോ സ്ലാബിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ നിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു നിലവാരമുള്ള ഒരു യൂണിറ്റാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിൻ്റെ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, പെരുമറ്റത്ത് ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ സലാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ യൂണിറ്റിനെ കുറിച്ച്, ഇതിൻ്റെ നിലവാരത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സലാലെ വെൽക്കം. അപ്പോൾ സലാല് ഈ യൂണിറ്റിനെ കുറിച്ച്, ഈ ഫെറോ സ്ലാബിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ, ഇതുകൊണ്ട് എന്തെല്ലാം ലാഭങ്ങളാണ് ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് സിമെന്റും എംസാൻഡും ആണ്. അതെ, സിമെന്റും എംസാൻഡും 1:3 നമ്മളത് കാസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 3mm കമ്പിയുണ്ട്, മെഷ് ഉണ്ട്. ഇത് രണ്ട് 3mm കമ്പിയിൽ ഫ്രെയിം ഉണ്ടാക്കി അതിൽ മെഷ് ഇട്ടിട്ടാണ് സാധനം പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ടൈമിൽ വരുന്ന ഈ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ക്യൂറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇതിന്റെ സ്ട്രെങ്ത് ശരിക്കും ആക്കുന്നത്. ആ ക്യൂറിംഗ് ടൈം കറക്റ്റ് ആയിട്ട് ക്യൂറിംഗ് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ പ്രതിസന്ധി ഒന്നും ഇല്ല. അതെല്ലാം കറക്റ്റ് ചെയ്യണം. പിന്നെ ഇതിനുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, നിലവിൽ നമ്മളിപ്പോ വേറെ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇന്ത്യയിൽ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും അതേപോലെ തന്നെ ലിവിംഗ് റൂമിലുള്ള ഈ പറഞ്ഞ പോലെ പാർട്ടീഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ക്രോക്കറി ഷെൽഫ്, വാഷ് കൗണ്ടർ എന്നീ സംഭവങ്ങൾ, ഇന്റീരിയർ വർക്ക് ഇതുകൊണ്ട് വേറെ മറ്റെന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാനേക്കാൾ ഒരു 50% മുകളിൽ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മൾട്ടിവുഡ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലൈവുഡ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്ത് മെറ്റീരിയൽ കൊണ്ടോ നമ്മളിപ്പോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ സ്ട്രക്ചർ ഈ വരുന്ന ഇതെല്ലാം സ്ലാബാണ്. ഈ വരുന്നതെല്ലാം സ്ലാബാണ്. ഈ സ്ലാബെല്ലാം കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിന്റെ സ്ട്രക്ചറാണ് ചെയ്തിട്ട് ഇതിന്റെ ഫ്രെയിം വരുന്ന മാത്രം കണ്ടില്ലേ. ഈ ഷട്ടറിങ് മാത്രമാണ് നമ്മൾ ബാക്കി എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഷട്ടറിങ്ങിന്റെ കേസ് മാത്രമാണ് നമുക്ക് കോസ്റ്റ് കൂടുതൽ വരുള്ളൂ. ബാക്കി ഉള്ളിൽ വരുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒരു വീട് പണിയുമ്പോൾ ഇതിന്റെ ഇന്റീരിയർ വർക്കിന്റെ കോസ്റ്റ് എങ്ങനെ നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യാം, ഇതിനെക്കുറിച്ച് സലാല് നമുക്ക് കുറെ വിവരണം തന്നു. എന്നാലും സലാല് ഇതിനെക്കുറിച്ച് വേറെ പറയണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ളതാണ്. നമ്മൾ ആൾക്കാർ പല ഇതും പറഞ്ഞ് പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമുക്ക് പൈസ കണ്ടമാനമാവുകയാണ് ഈ ഇന്റീരിയർ വർക്കിന് വേണ്ടി മാത്രമായിട്ട്. അപ്പൊ ഇതിന് പറയണത് വളരെ വേണ്ട ഒരു 40% വരെ തടി കൊണ്ട് കൂട്ടിക്കൊണ്ട് ചെയ്യുന്നേക്കാളൊക്കെ കോസ്റ്റ് 50% കുറയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പൊ സലാൽ ഇതിനെ കുറിച്ച് ഒരു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തരാമെന്നാണ് പറയണത്. സലാമെ പറയാ, അതെങ്ങനെയാണ് സലാല് പറയാം? കോസ്റ്റ് കുറയുന്നത് ഫെറോ സ്ലാബ് ഉപയോഗിക്കുമ്പോഴാണ് കോസ്റ്റ് കുറയുന്നത്. കോസ്റ്റ് കുറയുന്നത് ഈ ഫെറോ സ്ലാബ് നമ്മളിപ്പോ മോശം ഇതിന് ബലം കുറയരുത്, ബലവും വേണം. ബലം ചെക്ക് ചെയ്ത് നോക്കിയത് നിനക്ക് ഇതിനകത്ത് കയറി നിന്ന് നോക്കാം. എനിക്ക് നിൽക്കാൻ പറ്റുന്നത് അല്ല, കയറി നിൽക്കണ്ട, വേണ്ട ഇരിക്കുന്നതിന് കുഴപ്പമില്ല. ഇരിക്കുന്നതിനല്ല, നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇതിപ്പോ നിൽക്കണോ, ഇതിനകത്ത് നിന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് 1-2 പേര് കയറി നിൽക്കാം. അതേപോലെ തന്നെ വേറെ ഉണ്ട് അതിനകത്ത്. അതേപോലെ മൾട്ടിവുഡ് പ്ലൈവുഡ്
പ്ലൈവുഡ് ഇതിന്റെ അകത്താണ് ഇതിനകത്ത് നമുക്ക് കയറാം. ഇതൊന്നും അതായത് വേറെ ഇപ്പൊ പ്ലൈവുഡിന്റെ ആയാലും മൾട്ടിവുഡിന്റെ ആയാലും ഇതിനകത്ത് ചവിട്ടി കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വളയും. മൾട്ടിവുഡ് വളയാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ സ്ക്രൂ ഒക്കെ പോകാൻ സാധ്യതകളുണ്ട്. അതാണ് അതിന് പകരമാണ് നമ്മളിപ്പോ ഈ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സിമെന്റ് സ്ലാബ് ആണല്ലോ, സ്ലാബിന്റേതായ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അതെപ്പോഴും ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതിന്റെ ബലത്തിന്റെ കാര്യത്തിലും അതേപോലെ ഈ സാധനം ബാക്കിയുള്ള പ്ലൈവുഡ് പോലെ ചെതൽ പിടിക്കുകയോ കുത്ത പിടിക്കുകയോ അങ്ങനെയൊന്നും വരുന്നില്ല. സലാല് പറഞ്ഞു ഇതിനകത്ത് ഒരു കമ്പി 3mm കമ്പിയാണ് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നത്. കമ്പികളുടെ മെഷുണ്ട്, ഇത് രണ്ടും യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഞങ്ങള് കമ്പനിയിൽ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെടണം. സലാല് മാക്സിമം രീതിയിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സലാലിന്റെ യൂണിറ്റ് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. സലാലിന്റെ നമ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യക്കാർക്ക് സലാലിനെ വിളിക്കാവുന്നതാണ്. അപ്പൊ സലാലിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ നിർമ്മാണത്തിൽ വരുന്ന ഇതിന്റെ പല ആൾക്കാർ പൊട്ടി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് സ്ക്രൂ ചെയ്യുകയൊക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതകളുണ്ടോ? ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫെറോസ്ലാബിൽ പണിയാൻ ആൾക്കാരുണ്ട്. ഫെറോസ്ലാബിൽ ട്രെയിൻ ചെയ്യുന്ന അതിന്റെ പ്രവർത്തന പരിധിയുള്ള ആൾക്കാരുണ്ട്. അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാം. നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മൾ 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഫെറോസ്ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്ലാബ് വാർത്തിട്ട് 15 ദിവസം ക്യൂറിറ്റി ഉണ്ടാവും. 10-15 ദിവസം നന്നതിന് ശേഷമാണ് നമ്മൾ സൈറ്റുകളൊക്കെ പണിയാൻ പറ്റും. ഇത് എത്ര വലിപ്പമുള്ള ഫിക്സുകളായിട്ടാണ് ചെയ്തത്? ഇത് പണിയായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് 50 സെന്റിമീറ്ററാണ് സാധാരണ അതിന്റെ നോർമൽ വീതി വരുന്നത്. അത് 50 സെന്റിമീറ്റർ തന്നെ ചെയ്യും. കിച്ചണിൽ നമുക്ക് 60 സെന്റിമീറ്റർ ആണ് സാധനം വരുന്നത്. അത് 60 സെന്റിമീറ്റർ ചെയ്യും. അതൊക്കെ ഏത് ആവശ്യം അതിന്റെ അനുസരിച്ചാണ് നമ്മൾ നമ്മൾ എത്രയാണോ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് വരുന്നത്. സ്ക്വയർ റേറ്റ് പറയാൻ പറ്റുമോ? പറയാൻ കുഴപ്പമില്ല. നമ്മളിപ്പോ 3000 നമ്മളിപ്പോ ഗ്രൗണ്ട് 3000 ആണല്ലോ. ഈ 3000 നമ്മൾ ചെയ്യുന്നത് 60 ചെയ്യുന്നത്. എത്തിച്ചു നമ്മളിപ്പോ ഒരു കസ്റ്റമർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെന്ന് നമ്മൾ സൈറ്റ് കാണും. സൈറ്റ് കണ്ട് സൈറ്റ് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഐഡിയയിൽ നമ്മൾ കുറച്ച് കാര്യം അവരുടെ ഐഡിയയെ കൂടി നമ്മൾ ഇതിന്റെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ മെഷർമെന്റ് എടുക്കും. നമ്മളിപ്പോ ഫുൾ ഒരു വീടിന്റെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ വീടിന്റെ ഫെറോസ്ലാബ് വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഫെറോസ്ലാബ് മാത്രമല്ല, ഫെറോസ്ലാബും ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഈ ഡോർ ചെയ്യുന്നത് അതും നമ്മൾ ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഇത് കോസ്റ്റ് കുറയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അലൂമിനിയം ആണ്. അലൂമിനിയത്തിൽ നമ്മൾ അലൂമിനിയം ഫ്രെയിമിൽ PVC ചെയ്തേക്കുന്നത്. ഇത് അലൂമിനിയം ആണ് ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന പരിപാടി. പിന്നെ അതിനൊക്കെ കോസ്റ്റ് കൂടെ നമ്മൾ മൾട്ടിവുഡ് ആയി കഴിഞ്ഞാൽ പ്ലൈവുഡ് ആയി കഴിഞ്ഞാൽ അതിനൊക്കെ പിന്നെ WPC കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടും. മലയാളം കുറച്ചുകൂടെ കൂടും. ഇങ്ങനെ ഓരോ ഐറ്റത്തിനനുസരിച്ച് മാറി മാറി വരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്ന പറഞ്ഞാൽ ഉള്ളിലെ സ്ട്രക്ചർ മൊത്തം നമ്മൾ ഫെറോസ്ലാബിൽ ചെയ്യുന്നു. ബാക്കി അതിന്റെ ഷട്ടറിങ് വരുന്നത് മൊത്തം നമ്മൾ വേറെ ഏത് മെറ്റീരിയലാണ് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഏത് മെറ്റീരിയലാണ് ചെയ്യാൻ പറ്റുന്നത് ആ മെറ്റീരിയലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫെറോസ്ലാബിന്റെ വർക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ വയ്ക്കണം. ആ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുൻപ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാധനം കൊണ്ട് സെറ്റ് ചെയ്യും. ഫെറോസിമെന്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ബാക്കി വൈറ്റ് വാഷോ അല്ലെങ്കിൽ സിമെന്റ് പ്രൈമറോ എന്തെങ്കിലും അടിക്കാം. സിമെന്റ് അതെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ ഫ്ലോറിങ്ങും ഈ പെയിന്റിങ്ങിന്റെ ഫൈനൽ കോട്ട് അടിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഡോറിന്റെ പരിപാടികൾ അത് നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ ആദ്യം ഫെറോസ്ലാബ് ചെയ്തതിനു ശേഷം പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഡോറിന്റെ വർക്ക് വരുന്നത്. ഒന്നിച്ച് എല്ലാം ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡോറിന്റെ വർക്ക് ഫൈനൽ താമസത്തിനോടനുബന്ധിച്ച് ഈ ഡോറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ വർക്കുകൾ എവിടെയെല്ലാം പുള്ളി ചെയ്തു തരും, എങ്ങനെയെല്ലാം ചെയ്തു തരും എന്നുള്ളതിനെ കുറിച്ച് പുള്ളി പറയും. പുള്ളിയുടെ നമ്പർ ഇവിടെ കൊടുക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് നല്ലൊരു യൂണിറ്റ് ആയിട്ട് തോന്നി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
അപ്പൊ നിങ്ങൾ സലാലിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ സലാല് അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കും. പറയൂ പറയൂ, എവിടെയൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കാം? ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് മൂവാറ്റുപുഴയാണ്. ഇപ്പൊ മൂവാറ്റുപുഴയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ സ്ഥലത്തും, ഞാൻ കാസർഗോഡ് വരെ നമ്മൾ ഏകദേശം പണി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കുള്ള സമയത്താണ് നമുക്ക് ഈ അത്രയും ലോങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഏത് സമയത്താണെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ അങ്ങോട്ട് വടക്കോട്ട് പോകണം, ദൂരേക്ക് പോകണതാണ് പിന്നെ ഇച്ചിരി ഇത് വന്നത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം എനി ടൈം റേറ്റ് വ്യത്യാസം വരും. ഈ പോകുന്നതിന്റെ അനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെലവ്. ഈ ഹോം മൂവാറ്റുപുഴ ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ഈ റേറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് വരും, മാറ്റം വരും. അപ്പൊ ഇപ്പൊ നമുക്ക് മൂവാറ്റുപുഴ ചെയ്യുന്ന റേറ്റ് അല്ല നമ്മൾ എറണാകുളം ചെയ്യണത്. കാക്കനാട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടും, അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി വരും. അതിങ്ങനെ പോണതിന്റെ അനുസരിച്ച് ആ ഡിസ്റ്റൻസിന്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും അതിനകത്ത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പാർട്ടി നമ്മൾ ചെയ്യാൻ ഈ ഫെറോസിമെന്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആ പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ വിളിക്കണം. പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ തന്നെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ലാഭം ഉണ്ട് അതിനകത്ത്. ഈ ടൈലറിന് മുമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സേവിങ്സ് വർക്ക് ബുദ്ധിമുട്ടല്ല, അവർക്ക് നഷ്ടങ്ങൾ ഒരുപാട് വരും അതിനകത്ത്. മനസ്സിലായില്ലേ? ഇപ്പൊ പുട്ടിയിട്ട ഭിത്തിയായിരിക്കും നമ്മൾ കട്ട് ചെയ്യണത്. ആ പുട്ടിയിട്ട ഭിത്തി കട്ട് ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത് അവർക്ക് ടച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതുണ്ട്. പെയിന്റ് ചെയ്ത ഭിത്തിയായിരിക്കും നമ്മൾ കട്ട് ചെയ്യണത്, രണ്ടാമത് പെയിന്റ് ചെയ്യേണ്ടി വരും. പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ തന്നെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാസ്റ്ററിങ്ങിന് ഇതിന്റെ ലാഭം എങ്ങനെ ചെയ്താലും ലാഭമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലാഭിക്കാൻ പാകത്തിലുള്ള പരിപാടിയാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഫെറോസിമെന്റ് ഇപ്പൊ നമ്മളിപ്പോ വേറെ ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഏത് ടൈമിൽ ചെയ്താലും ലാഭത്തിന്റെ കാര്യത്തിൽ അതിനകത്ത് ഇതൊന്നുമില്ല, കോംപ്രമൈസ് ഇല്ല സംഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്ലൈവുഡ്, മൾട്ടിവുഡ്, എന്ത് മെറ്റീരിയൽ ഇട്ട് ചെയ്താലും അതിനേക്കാൾ എന്തായാലും ഒരു 50% കുറയാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് ലാഭം ഉണ്ടാവും, ലാഭം കിട്ടും അതിനകത്ത്. അപ്പൊ നിങ്ങള് സലാലിന്റെ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ സലാലിനെ സപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പൊ സലാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇന്റീരിയർ വർക്ക് എങ്ങനെ ലാഭിക്കാം അതിനെക്കുറിച്ച് അറിയുന്നതിനും അത് വർക്ക് ചെയ്തു തരുന്നതിനും നിങ്ങൾക്ക് സലാലിനെ സമീപിക്കാവുന്നതാണ്. എനി ടൈം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോട്ടെ. ഇതിനെപ്പറ്റി നമ്മുടെ വർക്ക് തന്നെന്നില്ല, ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നെങ്കിലും നമ്മുടെ അടുത്ത് വിളിച്ചോട്ടെ. നമ്മൾ എന്റെ നല്ല രീതിയിലുള്ള നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് എന്ത് വേണമെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോട്ടെ. ഞാൻ എനി ടൈം ഫ്രീ ആണ്. അങ്ങനെ നിങ്ങൾ സലാലിനെ കോൺടാക്ട് ചെയ്യുക. സലാലിന്റെ കോൺടാക്ട് നമ്പർ ഇതാണ്.